കാവടി എടുത്തു കൊടുക്കും. മുരുക മുരുക. പേരുന്നാളും ശിവശങ്കരൻ പൂരം. ശിവശങ്കരൻ പൂരം. ശരി, മേളം തുടങ്ങട്ടെ. വാങ്ങിച്ചോളൂ. എന്താ ഇത്? എന്താ കുട്ടി? ഒന്നുമില്ല, ഞാൻ പോണു. കുട്ടി പറഞ്ഞില്ലേ ഡാൻസ് ക്ലാസ് തുടങ്ങുന്നതിനെ പറ്റി. എന്റെ ജീവിതത്തിൽ ഇപ്പോൾ കലയില്ല, നൃത്തമില്ല, സംഗീതമില്ല. എനിക്കെല്ലാം നേടിത്തന്നതും നഷ്ടപ്പെടുത്തിയതും ഈ കല തന്നെയാ. ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന സുധാകരേട്ടൻ എന്നിൽ നിന്ന് അകലാൻ തുടങ്ങിയതും എന്റെ മോനെ എനിക്ക് നഷ്ടമായതുമൊക്കെ ഈ പ്രശസ്തിയും ഈ കാണുന്ന നേട്ടങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാ. കുട്ടിക്കറിയോ, ഇന്നെന്തോ എന്റെ മനസ്സിനൊരു സമാധാനം. ഇന്നലെ ആ കുട്ടി കാവടിയെടുത്ത് ആടിയപ്പോ എന്റെ സർവ്വ ദുഃഖങ്ങളും മാറിയതുപോലെ, മുരുകൻ എന്നെ നേരിട്ട് വന്ന് ആശ്വസിപ്പിച്ചതുപോലെ. എങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഒരേ ഒരു പ്രാവശ്യം എനിക്കെന്റെ മോനെ ഒന്ന് കാണണം. ഇത്രയുമെല്ലാം കുടുംബത്തെ സ്നേഹിച്ച, മകനെ സ്നേഹിച്ച ടീച്ചർക്ക് എങ്ങനെ ശിവനെ ദ്രോഹിക്കാൻ കഴിഞ്ഞു? ഭർത്താവിന്റെ സ്നേഹത്തിന്റെ ആത്മാർത്ഥത അടുത്തറിഞ്ഞ ടീച്ചർക്ക് എങ്ങനെ മറ്റൊരാളെ വിവാഹം കഴിച്ച് ജയിലിൽ കഴിയുന്ന മകനെ ഒന്ന് കാണാൻ പോലും പോകാതെ എങ്ങനെ കഴിയുന്നു? മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ശിവനെ ദ്രോഹിച്ചു എന്നോ? ഒരിക്കലും ശിവൻ ജയിലിനകത്തുനിന്ന് പുറത്തു വരാതിരിക്കാൻ ജയിൽ ജീവനക്കാർക്ക് പണം വാരിക്കോരി കൊടുത്തില്ലേ? അത് ദ്രോഹമല്ലേ? നിർത്തൂ. ആര് പറഞ്ഞു ഈ പച്ചക്കള്ളം? അഞ്ജലിയാണോ? ഞാൻ ഒരുപാട് പണം വാരിക്കോരി കൊടുത്തിട്ടുണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്ക്. അവന് ഒരു കുറവില്ലാതിരിക്കാൻ, ശിക്ഷയുടെ കാലാവധി കുറച്ചു കിട്ടാൻ. പിന്നെ രണ്ടാം വിവാഹം. എന്റെ മകനെ എത്രയും വേഗം രക്ഷപ്പെടുത്താൻ കഴിയുമെന്നും പറഞ്ഞ് എല്ലാവിധ സഹായവുമായി വന്ന ആ നല്ല മനുഷ്യന്റെ വിവാഹാഭ്യർത്ഥന നിരസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അല്ലേ തന്നെ എന്റെ മകന്റെ ജീവിതത്തെക്കാൾ വിലപ്പെട്ടതായി തോന്നിയില്ല എനിക്കെന്റെ ശേഷിച്ച ജീവിതം. മോളെ, ഇനി നീ പറ, ഞാൻ എന്ത് ദ്രോഹ ചെയ്തത്? ഞാൻ കേട്ടതിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നെനിക്കറിയില്ല. ഒന്നെനിക്കറിയാൻ ടീച്ചർ, ശിവൻ പാവമാണ്. ശിവനെ ഉപദ്രവിക്കരുത്. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ കുട്ടി. അഞ്ജലി അറിയാതെ ടീച്ചറിനെ കാണാൻ വന്നത് തന്നെ ഒരു കാര്യം പറയാനാണ്. നിങ്ങൾ പരിചയപ്പെട്ട ടീച്ചറിന്റെ ശിവനെ കുറിച്ച്. നിങ്ങൾ? അതെ ടീച്ചർ, ടീച്ചറിന്റെ മകൻ ശിവൻ ജീവനോടെയുണ്ട് ഈ പളനിയിൽ. അമ്മയോട് എതിരിടാൻ എനിക്കാവില്ലെന്നും പറഞ്ഞ് അമ്മയുടെ കൺമുന്നിൽ പെടാതെ ഒളിച്ചു കഴിയാൻ ശ്രമിക്കുകയാണ് ശിവൻ. എന്നിട്ടും എല്ലാം മറന്നു വന്നില്ലേ അമ്മയ്ക്ക് വേണ്ടി കാവടിയാടാൻ?
ശിവശങ്കരൻ. ഈശ്വര, എന്റെ മോൻ, എനിക്കവനെ കാണണം. ഇത് കൂടെ. മൈലണ്ണ, ഇത് യാമിനി ടീച്ചർ, ശെൽവന്റെ അമ്മ. ഓ, എനിക്ക് എന്റെ മോനെ മകനെ അന്വേഷിച്ചെത്തിയിരിക്കുന്ന അമ്മ, അമ്മയുടെ കൺവട്ടത്ത് നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന മകൻ. ഇങ്ങനെ ഒരു അമ്മയും മകനെയും ഞാൻ ആദ്യമായിട്ട് അടുത്ത് കാണുന്ന. മാത്രമല്ല, ഈ കോളനിയിൽ അവനെ അടുത്തറിയാവുന്ന എല്ലാവർക്കും നിങ്ങളുടെ മനസ്സിരിപ്പും അറിയാം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അറിയില്ലേ? അമ്മയോട് പിണങ്ങിപ്പോയ മുരുകൻ അവസാനം താരകാസുരനോട് യുദ്ധത്തിനൊരുങ്ങുമ്പോൾ പാർവതി ദേവി അയച്ചു കൊടുത്ത വേദാസ്ത്രമാണ് അവന് തുണയായത്. ഇവിടെ ഈ മകന്, ഞങ്ങളുടെ സെൽവന് കാരാഗ്രഹം പെടുന്നത് അവന്റെ ഈ അമ്മ എണ്ണി കൊടുത്ത നോട്ടുകെട്ടുകളാ. അമ്മയെയും അച്ഛനെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്ത മുരുകന്റെ സാന്നിധ്യമുള്ള ഈ പുണ്യഭൂമിയിൽ ഒരമ്മ മകന്റെ ജീവനെടുക്കാൻ ശ്രമിച്ചാൽ ക്ഷമിക്കില്ല മുരുകൻ. മൈലണ്ണ, നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഈ പാവത്തിന്. പാവമാ ഇവളാ പാവം? പെറ്റ പുള്ളയെ ജയിലിൽ അടയ്ക്കാൻ പണം കൊടുത്ത ഇവളാ പാവം? സ്വന്തം ഭർത്താവ് മരിക്കാൻ കാരണക്കാരനായ ആ പാവിയോടത്ത് കഴിയുന്ന ഇവള് പാവമാ? എനിക്കെന്റെ ശിവനെ ഒന്ന് കാണണം. ഭർത്താവ് നഷ്ടപ്പെട്ട ഞാൻ ജീവനോടെ ഇരിക്കുന്ന എന്റെ മോനെ ജയിലിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ ജീവിതം തന്നെ ഹോമിക്കപ്പെട്ടവളാ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്റെ മകനോടൊത്ത് ജീവിച്ചു മരിക്കാൻ ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും കയറിയിറങ്ങി ഈശ്വരന്മാരോട് യാചിച്ചത് അത് മാത്രമാണ്. ആ ഞാൻ എന്റെ പൊന്നുമോനെ ശിക്ഷിക്കാൻ കൂട്ടുനിൽക്കുവോ? അതിനുവേണ്ടി പണം കൊടുക്കുവോ? ഞാൻ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്റെ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. രക്ഷിക്കാൻ കൊടുത്തയച്ച പണം കൊണ്ട് അയാൾ ശിക്ഷിക്കാൻ പറഞ്ഞു, അത്ര തന്നെ. എന്താ നിങ്ങൾ പറഞ്ഞത് പ്രഭാകരേട്ടൻ? അതെ ടീച്ചർ, ശിവൻ ഒരിക്കലും ജയിലിനകത്തുനിന്ന് പുറത്തേക്ക് വരാതിരിക്കാനുള്ള ഒരുക്കങ്ങളാ അയാളെ പണം കൊണ്ട് ചെയ്തത്. എന്റെ ഈശ്വര, അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും എന്റെ മകൻ അനുഭവിച്ച കൊടും യാതനകൾക്ക് ഞാനും കൂട്ടുനിന്നല്ലോ. ഇനി ഒരിക്കൽ പോലും എനിക്ക് എന്റെ മകന്റെ മുമ്പിൽ ചെല്ലാൻ യോഗ്യതയില്ല. അവനോട് നിങ്ങൾ പറയണം, അമ്മ ഒന്നും അറിഞ്ഞുകൊണ്ടല്ലെന്ന്. ഈ അമ്മ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്ന്. ടീച്ചർ, ഈ അമ്മയ്ക്ക് മാപ്പ് തരണമെന്ന് നിങ്ങള് അവനോട് പറയണം. അമ്മേ, മോനെ, മോനെ, ശിവ, മോനെ, ശിവ, പാവിയായി അമ്മയോട് ക്ഷമിക്കുമോ? അമ്മേ,